കാഫിറിനെയോ കുട്ടിയെയോ വിഡ്ഢിയെയോ ഒന്നും സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. സുന്നികൾ 5-10 രൂപകൾ ചെറിയ ആളുകളിൽ നിന്ന്, പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് ശേഖരിക്കുന്നതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതേ ബിദ്അത്തുകാർ തന്നെ, മുജാഹിദ് ജമാഅത്തിൻ്റെ ആളുകൾ, അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ സക്കാത്തിൻ്റെ പേരിൽ, സംഘടിത സക്കാത്തിൻ്റെ പേരിൽ മുതലാളിമാരിൽ നിന്ന് സ്വീകരിക്കുകയും അനധികൃതമായി അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അത് സ്വീകരിക്കുകയും അവർക്ക് തോന്നിയതുപോലെ സംഘടനയുടെ ആവശ്യത്തിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉദ്ബോധനം നടത്തിയത്. സംഘടിത സക്കാത്ത് അത് ഇസ്ലാമികമാവുന്നില്ല, അത് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നാം കൊടുക്കാവൂ എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉസ്താദ് നടത്തുകയുണ്ടായി. സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയതുകൊണ്ടൊന്നും സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കേട്ട റഫീഖ് സലഫി ചാടി വീണിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് സംഘടിത സക്കാത്ത് അത് ഇസ്ലാമികമാണ്, അത് അനുവദനീയമാണ് എന്നുള്ളതിന് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ തന്നെ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ സക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ്. ഒരാളെ എന്ത് ചെയ്യാം, നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്ക് കാണൂ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഐ വലഹു മഅൽ അദാഇ ബിനഫ്സിഹി ഫിൽ മാലൈനി അത്തൗകീലു ഫീഹി. സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും, പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം, അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ സക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറോ ഇപ്പുറോ ഒന്നും മനസ്സിലാക്കാതെ അതങ്ങ് സുന്നിക്കെതിരാണ്, സുന്നികളുടെ കിതാബിൽ തന്നെ സുന്നികൾക്കെതിരാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്ന ആളാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് മജ്മുഇൽ മാത്രം, ഷർഹുൽ മുഹദ്ദബിൽ മാത്രം, എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള കാര്യം തന്നെയാണത്. സക്കാത്ത് കൊടുത്തു വീട്ടുന്ന രൂപങ്ങൾ അത് 3 രൂപത്തിൽ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന് ഇമാമിനെ ഏൽപ്പിക്കുന്ന രൂപമാണ്. ഇമാം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഇമാമല്ല, അത് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുന്ന സ്ഥലത്ത്, അത് ഏതായാലും നമ്മുടെ നാട്ടിൽ നടപ്പില്ല. അപ്പോൾ ബാക്കിയുള്ള 2 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ പ്രായോഗികമായിട്ടുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും ആ 2 രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്വന്തം തന്നെ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും അഫ്ളലായ രൂപം. നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതം യഥാർത്ഥ അവകാശികൾ ഏതാണെന്ന് കണ്ടെത്തി അവർക്ക് കൊടുത്ത് വീട്ടുക എന്നുള്ളതാണ്. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ആ ഒരു രൂപം തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുറഞ്ഞ സമയം അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫർളായ കാര്യമാണ്. അപ്പോൾ അത് വീടിയെന്ന് പരിപൂർണ്ണ ഉറപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ സമയം മാറ്റിവെക്കുക. അതേപ്രകാരം തന്നെ അവർക്ക്, ആ പാവപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ സക്കാത്തിൻ്റെ വിഹിതം അത് യഥാർത്ഥ ആളുകൾക്ക് സ്വന്തം തന്നെ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏറ്റവും അഫ്ളലായ പുണ്യമുള്ള രൂപം. ഈ പുണ്യമുള്ള രൂപവും ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുന്നത്. ഇരിക്കട്ടെ, അപ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ പിന്നെയുള്ള ഒരു രൂപമാണ് ഒരു വക്കീലിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. ഈ വക്കീലിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നിർമ്മിത വ്യക്തിയായിരിക്കണം വക്കീൽ എന്ന് പറഞ്ഞാൽ. ഒരു വക്കീൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അതൊരു നിർമ്മിത വ്യക്തിയായിരിക്കണം. നമ്മളൊക്കെ ഒരു നിക്കാഹിൻ്റെ വക്കാലത്താക്കാന്ന് പറയുന്നത് അതൊരു നിർമ്മിത വ്യക്തിയാണ്. നിക്കാഹിന് വക്കാലത്താക്കാൻ എന്തായാലും ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാനാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണോ വക്കാലത്താക്കൽ ഉണ്ടാവില്ല. അതൊരു നിർമ്മിത വ്യക്തിയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാശ് വിതരണം ചെയ്യാനുള്ള സമയമല്ല, വിദേശത്തേക്ക് പോകണം, അപ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയൊക്കെ വിശ്വാസയോഗ്യതയുള്ള, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുകളൊക്കെ ഉള്ള, ഏതെങ്കിലും അറിയാത്ത ആളുകളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതാണ് അവകാശികൾ എന്ന് കൃത്യമായിട്ട് അറിയുന്ന, അത് പലിശയിലും മറ്റൊന്നും ഉപയോഗിക്കുക, ചില ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പലിശക്കും അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന, അതിൻ്റെ അവകാശികൾ കൃത്യമായി ലഭിക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അതാണ് വക്കീൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് ഒരു സംഘടന, ഒരു ജമാഅത്തിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ, ഒരു കമ്മിറ്റിയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അതൊരു നിർമ്മിത വക്കീലല്ല. നിർമ്മിത വക്കീലിനെ ഏൽപ്പിക്കാനാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? വക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിബന്ധനയാണ് നിർമ്മിത വ്യക്തിയാവുക എന്നുള്ളത്. അപ്പോൾ ഒരു കൂട്ടം ആളുകളുള്ള ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അത് നമ്മളെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് ഒരാളായിരിക്കും. അപ്പോൾ അത് വിതരണം ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ആർക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ അവകാശിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വക്കീലിനെ ഏൽപ്പിക്കുക എന്നതുകൊണ്ട് സംഘടിത സക്കാത്ത് ഹലാലാണ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ കാഫിറിനെയോ വിഡ്ഢിയെയൊന്നും ഈ സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കില്ല. കാരണം എന്താണ്? ലക്ഷങ്ങൾ കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? ഒരു കുട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പൊട്ടൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. അവനെന്താ അവകാശി വന്നീന്, എന്ത് മുസ്തഹിക്ക് വന്നീന്, സക്കാത്തിൻ്റെ അർഹന എങ്ങനെ അവനറിയുന്നത്? അവനത് കീറിക്കളയാലും മതി. അപ്പോൾ അവരെ ഒന്നും ഏൽപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് സക്കാത്തിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെയുള്ള, അതിൻ്റെ അവകാശികളെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വിശ്വസ്തതയ്ക്കുള്ള ഒരു വ്യക്തി, നിർമ്മിത വ്യക്തിയെയാണ് അതിനുവേണ്ടി ഏൽപ്പിക്കേണ്ടത്. പിന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം കാഫിറിനെയോ അതുപോലെ തന്നെ കുട്ടിയൊക്കെ ഏൽപ്പിക്കണം. അത് എവിടെയാണ് എന്നുള്ളത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതെപ്പോഴാണ് നമ്മളൊരാൾ നമ്മുടെ സക്കാത്ത് കൊടുക്കാനൊരു നിർമ്മിത വ്യക്തിയെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ സലാം കാക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കൊടുക്കാൻ സലാം കാ അവിടെ ദൂരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സലാം കാക്ക് കൊണ്ടേ കൊടുത്തേ എന്നൊരു കുട്ടിയോട് പറയാം, അല്ലെങ്കിൽ ഒരു കാഫിനോട് രാമേട്ടാ ഈ കാശൊന്ന് അവിടെ സലാം കാക്ക് കൊണ്ടേ കൊടുത്തേ എന്ന രൂപത്തിൽ അവരെ ഏൽപ്പിക്കാം. അതിന് വിരോധമല്ല, അത് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതല്ലാതെ നിങ്ങൾ സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തിക്കൊണ്ട് അത് വിതരണം ചെയ്യണം, അവർക്ക് നൽകണം എന്ന രൂപത്തിലാണെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.